അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി സ്വദേശിയാണ്. നാട്ടിൽ ഇപ്പോൾ എന്തും വിവാദമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് അനിസ്ലാമികമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതേ വിളക്ക് തന്നെ ജാറങ്ങളിലും പിന്നെ ഉറൂസ് ഖത്തറുകളിലും കത്തിച്ച് വെച്ചതായിട്ടും കാണുന്നുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് അത് അനിസ്ലാമികമാകുന്നത്? ചോദ്യം നിലവിളക്ക് കൊളുത്തലുമായി ബന്ധപ്പെട്ടത്. ചുഗതർത്താവ് സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളുടെ പെരുമഴക്കാലമാണിന്ന്. അതിനിടക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാൻ വിസമ്മതിക്കുകയും ആ വിസമ്മതത്തെ തിരുത്തിക്കൊണ്ട് ഒരു സിനിമാ നടൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ആ ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരുമെല്ലാം നിലവിളക്ക് കൊളുത്താത്ത വിദ്യാഭ്യാസ മന്ത്രി മതമൗലികവാദിയും ഭീകരനുമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയുമെല്ലാം ചെയ്തിട്ടുള്ളത്. നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊളുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഇപ്പോൾ മാത്രം ഉണ്ടായതല്ല. കേരളത്തിൽ മുൻപും മുസ്ലിംകളായിട്ടുള്ള കുഞ്ചിക സ്ഥാനത്തിരിക്കുന്നവർ, മന്ത്രിമാരും അല്ലാത്തവരുമല്ല, ഉദ്ഘാടനത്തിന് വേണ്ടി നിലവിളക്ക് കൊളുത്തുവാൻ വിസമ്മതിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ചെറുതും വലുതുമായ തോതിൽ ഈ രൂപത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രശ്നം? എന്താണ് ഇതിന്റെ അടിത്തറ? നിലവിളക്കിനെ വെറുക്കുന്നത് കൊണ്ടാണോ? വിളക്കിനെ വെറുക്കുന്നത് കൊണ്ടാണോ? വെളിച്ചത്തെ വെറുക്കുന്നത് കൊണ്ടാണോ? വിളക്ക് കൊളുത്തുന്നതിനെ എതിർക്കുന്നത് കൊണ്ടാണോ? പ്രശ്നമുള്ളത് എവിടെയാണ്? ഇത് മനസ്സിലാകണമെങ്കിൽ എന്തുകൊണ്ടാണ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഏർപ്പാട് ഉണ്ടായി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് എന്തുകൊണ്ടാണ് അതിനോടുള്ള എതിർപ്പ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ വേദഗ്രന്ഥമാണ് വേദസംഹിതകളിൽപ്പെട്ട ഋഗ്വേദം. ഋഗ്വേദത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ദേവന്മാരുണ്ട്. ഒന്ന് ഇന്ദ്രനാണ്, മറ്റൊന്ന് അഗ്നിയാണ്. ഇന്ദ്രനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരുപാട് സൂക്തങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. അതേപോലെ തന്നെ അഗ്നിയെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരുപാട് സൂക്തങ്ങളുമുണ്ട്. അഗ്നിയെ ദേവനായും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പുരോഹിതനായുമെല്ലാം വാഴ്ത്തുന്ന സൂക്തങ്ങൾ. ഈ സൂക്തങ്ങളിൽ അഗ്നിപൂജയുണ്ട്. അഗ്നിപൂജയുടെ കൃത്യമായ വിശദാംശങ്ങളുണ്ട്. ഇന്ത്യയിൽ അഗ്നിപൂജ തലമുറകൾക്ക് മുൻപേ നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഇവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട യാഗങ്ങളും യജ്ഞങ്ങളും അവ ആരംഭിക്കുന്നത് തന്നെ അഗ്നിമേളയെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അഗ്നിയെ പുരോഹിതനായി കണ്ടുകൊണ്ട്. ഇങ്ങനെ അഗ്നി ആരാധന പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ആ അഗ്നി ആരാധനയുടെ ഭാഗമായി കടന്നു വന്ന ഒരു കാര്യം തുടങ്ങുമ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഒരു ശുഭകരമായ കാര്യം ആരംഭിക്കേണ്ടത് വിളക്ക് കൊളുത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ള ഒരു ആചാരം അഗ്നി ആരാധനയുടെ ഭാഗമായി കടന്നു വന്നതാണ്. വിളക്ക് കൊളുത്തുന്നതിന് എതിരാണ് മുസ്ലിങ്ങളെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വരുന്നതിന് മുൻപ് ജീവിക്കാൻ കഴിയില്ല. തീർച്ചയായും ഇലക്ട്രിസിറ്റി വരുന്നതിന് മുൻപ് എല്ലാ മുസ്ലിം വീടുകളിലും വിളക്ക് കൊളുത്തിയിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്കിൽ തന്നെ ഒന്നിലധികം തിരികളുള്ള വിളക്കിനോടാണ് മുസ്ലിങ്ങൾക്ക് വിരോധമെങ്കിലും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഒരു തിരിയുള്ളതും ഒന്നിലധികം തിരിയുള്ളതുമായ വിളക്കുകൾ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രകാശം ആവശ്യമുള്ളപ്പോൾ കൂടുതൽ തിരികളുള്ള വിളക്കുകളും ഉണ്ടായി വന്നു എന്നുള്ളത് ചരിത്രമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിളക്കും ഉണ്ടായി വന്നത്. നിലവിളക്ക് എന്ന ആ സാധനത്തിനോടുള്ള വിരോധമോ എതിർപ്പോ ആണ് ഇവിടെ പ്രകടിപ്പിച്ചത് എന്ന രൂപത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതും ശരിയല്ല. നിലവിളക്ക് ആ രൂപത്തിനോടോ നിലവിളക്കിന്റെ ആകൃതിയോടോ നിലവിളക്കിന്റെ ഉപയോഗത്തോടോ ഒന്നുമല്ല എതിർപ്പ്. നിലവിളക്ക് ഈ രൂപത്തിൽ തന്നെയും മുസ്ലിങ്ങൾ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്.
മുസ്ലിങ്ങൾ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ തറവാടുകളിലെല്ലാം തന്നെ നിലവിളക്ക് കാണാൻ കഴിയും. അത് ആരാധനയുടെ ഭാഗമായി കടന്നു വന്നതല്ല. ഒന്നിലധികം തിളികൾ കത്തിക്കുവാനുള്ള വിളക്ക് എന്ന രൂപത്തിൽ മാത്രമാണ് നിലവിളക്ക് കടന്നു വരുന്നത്. എന്നാൽ അത് അഗ്നിപൂജയുടെ ഭാഗമായി ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആചാരമായി നിലവിളക്ക് കടന്നു വന്നു. അത് യഥാർത്ഥത്തിൽ അഗ്നിപൂജയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊളുത്തിക്കൊണ്ടൊരു ശുഭാരംഭം, അങ്ങനെയാണ് പറയുക. ഒരു അഗ്നി കൊളുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് ഒരു ശുഭമായ ആരംഭം, നല്ല തുടക്കത്തിന് നമ്മളൊന്ന് വിളക്ക് കൊളുത്തുക. ഈ നല്ല തുടക്കത്തിന് വിളക്ക് കൊളുത്തുന്ന ആചാരമാണ് അഗ്നിപൂജയിൽ നിന്നുണ്ടായി വന്നത്. ആ ആചാരം അഗ്നിപൂജയുടെ ബാക്കിപത്രമായത് കൊണ്ട് തന്നെ അത് ഏത് സംസ്കാരത്തിന്റെ പേര് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കുവാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ നാടിനെക്കാളും നാട്ടാരെക്കാളും സ്വന്തത്തെക്കാളും സ്വന്തമുള്ളതിനേക്കാളുമെല്ലാം മുസ്ലിങ്ങൾ ആദരിക്കുകയും മുസ്ലിങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നത് സൃഷ്ടികർത്താവായ തമ്പുരാനെയാണ്. സൃഷ്ടാവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായവുമായി ഒരു രൂപത്തിലുമുള്ള രാജിയാകുവാൻ ഒന്നിന്റെ പേരിലും മുസ്ലിങ്ങൾക്ക് കഴിയില്ല. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായുള്ള വസ്തുത. സൃഷ്ടാവല്ലാത്തവരെ, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു ഏർപ്പാടുമായും ഒന്നിന്റെ പേരിലും രാജിയാകുവാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. ഇവിടെ നാട്ടിൽ കുറെ ആളുകൾ ചെയ്തു വന്നു എന്നതുകൊണ്ട് ഇതിനോട് രാജിയാകുവാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? ഇത് അഗ്നിപൂജയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തുടങ്ങിയതാണ്. വിളക്ക് മുസ്ലിങ്ങളുടെ വീടുകളിലെല്ലാം വിളക്ക് കത്തിച്ചിരുന്നു. എന്നാൽ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി മുസ്ലിങ്ങളുടെ വീടുകളിലെ വിളക്ക് കത്തിക്കുന്ന ഏർപ്പാട് നിർന്നു. സന്ധ്യാസമയത്ത് മുസ്ലിം വീടുകളിൽ ഹിന്ദു വീടുകളെ പോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. എന്നാൽ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി മുസ്ലിം വീടുകളിൽ വിളക്ക് കത്തിക്കുന്ന ഏർപ്പാട് നിന്നു. എന്നാൽ ഹിന്ദു വീടുകളിലോ ഇലക്ട്രിസിറ്റി വന്നപ്പോഴും ട്യൂബ്ലൈറ്റ് ഇട്ടപ്പോഴും അതോടൊപ്പം തന്നെ വിളക്ക് കത്തിക്കുന്ന ഒരു തിരിയുള്ള വിളക്കുള്ള ആളുകളുണ്ട്, ഒന്നിലധികം തിരികളുള്ള നിലവിളക്ക് വെക്കുന്ന ആളുകളുണ്ട്, മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അത് എന്താണെങ്കിലും അത് ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അതുമായി രാജിയാകുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എക്കാലഘട്ടത്തിലും വിളക്ക് കൊളുത്തിക്കൊണ്ടുള്ള തുടക്കം അത് മുസ്ലിമിനും ചെയ്യാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ വിളക്കിനോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിയുള്ളതും ഒന്നിലധികം തിരികളുള്ളതും നിലവിളക്കിന്റെ രൂപമുള്ളതുമായ വിളക്കുകൾ വീടിനകത്ത് തന്നെ കത്തിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിട്ടുണ്ട് മുൻപ്. ആ ഏർപ്പാട് മുസ്ലിം സ്ഥാപനങ്ങളിലും തുടർന്ന് വന്നിട്ടുണ്ടാകണം. ആ ഏർപ്പാട് പക്ഷേ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാകാതെ ഇപ്പറഞ്ഞതുപോലെ ആ വിളക്ക് കത്തിക്കലിലും എന്തൊക്കെയോ ബർക്കത്തുണ്ട് എന്നും എന്തൊക്കെയോ അമാനുഷികതയുണ്ട് എന്നും കരുതിയ മുസ്ലിം സാധാരണക്കാർ അത് പിന്തുടർന്ന് പോരുകയും ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ മക്ബറകളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളക്ക് കത്തിക്കൽ ഒരു ചടങ്ങായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ചടങ്ങാകുമ്പോൾ ഇവിടെയും യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അതിനോട് വിയോജിപ്പ് തന്നെയാണുള്ളത്. വിളക്കിനോടല്ല വിയോജിപ്പ് അവിടെയും. വിളക്കില്ലാത്ത കാലത്ത് മുസ്ലിം പ്രദേശങ്ങളിൽ, മുസ്ലിം പാഠശാലകളിൽ, ഇതേപോലെയുള്ള മഖ്ബറകളിൽ എല്ലാം തന്നെ വിളക്ക് കത്തിക്കുന്ന ഏർപ്പാടുണ്ടായിട്ടുണ്ടാകണം. പക്ഷേ അത് കത്തിക്കുവാൻ ഒരു ആചാരമായി കടന്നു വന്നപ്പോ ആ ആചാരം നിലനിൽക്കുകയും ഇലക്ട്രിസിറ്റി വന്നപ്പോഴും ആ ആചാരം നിലനിന്ന് ആ ആചാരത്തിന് പവിത്രത കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ആ സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ആ സമ്പ്രദായം. എന്നാൽ അത് ഈ രൂപത്തിലുള്ള ശുഭാരംഭത്തെ കുറിക്കുന്ന, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിളക്കിന് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, അഗ്നിക്ക് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, വെളിച്ചത്തിന് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, അതിനെ ഏതെങ്കിലും രൂപത്തിലുള്ള ദിവ്യത്വം വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്താലും അത് സ്രഷ്ടാവിൽ പങ്കുചേർക്കുന്ന ഏർപ്പാടായി തീരും, ശിർക്കായി തീരും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ വിളക്കിന്റെ ആ രൂപത്തോടല്ല നമ്മുടെ വിരോധം എന്ന് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്ര വസ്തുക്കളിലേക്ക് ഈ നിലവിളക്കിനെ ആവാഹിച്ചെടുത്തപ്പോ, ഒരു ക്ഷേത്ര വസ്തുവായി തീർന്നപ്പോ നിലവിളക്കിന്റെ ഓരോ രൂപത്തിനും ഭാവത്തിനുമെല്ലാം
പ്രത്യേകമായ ദിവ്യത്വം കൽപ്പിക്കുന്ന ഏർപ്പാടുണ്ടായി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ്. നിലവിളക്കിന്റെ മുകൾ ഭാഗം ബ്രഹ്മാവാണെന്നും നടുഭാഗം വിഷ്ണുവാണെന്നും അടിഭാഗം ശിവനാണ് എന്നുമെല്ലാമുള്ള വിശ്വാസം അത് ക്ഷേത്രത്തിലെ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി വന്നിട്ടുണ്ട്. മെഴുകുതിരിയും സ്ഥിതി അത് തന്നെയാണ്. നമുക്കറിയാം, ക്രൈസ്തവർ ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് അവർക്കിടയിലേക്ക് പകർന്നു കിട്ടിയ ഒരു ഏർപ്പാട് തന്നെയാണ്. ഹിന്ദുക്കൾക്കിടയിൽ നിന്നും പാർസികൾക്കിടയിൽ നിന്നുമെല്ലാം അവർക്ക് പകർന്നു കിട്ടിയ ഒരു ഏർപ്പാട് തന്നെയാണ് അവർക്കിടയിലുള്ള മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ. ആ ആരാധനാ സമ്പ്രദായങ്ങളും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മെഴുകുതിരിയോട് വിരോധം ഉണ്ടായിട്ടല്ല. ഇപ്പോഴും കരണ്ട് പോയാൽ നമ്മളെല്ലാം മെഴുകുതിരി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ മെഴുകുതിരി ഉപയോഗിക്കപ്പെടുന്നത് എന്തിനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതും ശരിയല്ലാത്തതായി തീരുന്നു. ചുരുക്കത്തിൽ വിളക്കിനോടോ വെളിച്ചത്തോടോ ഏതെങ്കിലും നാടിനോടോ നാട്ടിൽ നിലനിന്ന സംസ്കാരത്തോടോ ഉള്ള എതിർപ്പല്ല, മറിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു കാര്യം ആരംഭിക്കുക എന്നത് അഗ്നിപൂജയുടെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് നിലനിന്നിട്ട് ഒരു ഏർപ്പാടായത് കൊണ്ട് തന്നെ അഗ്നിപൂജയിൽ അധിഷ്ഠിതമാണ് വിളക്ക് കത്തിച്ചുകൊണ്ട് ശുഭാരംഭം എന്ന ഏർപ്പാട് എന്നത് കൊണ്ട് തന്നെ അതാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അവനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ ഒരർത്ഥത്തിലുമുള്ള കളങ്കം ഉണ്ടാക്കുക എന്നത് മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല. അത് ഷിർക്കാണ്, ഷിർക്കിലേക്കുള്ള വാതായനമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദർശമുള്ള, ദീനിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള, ദീനിയായിട്ടുള്ള പാഠങ്ങളിൽ അടിസ്ഥാനപരമായ എന്തെങ്കിലും വിവരമുള്ള ആളുകൾ അതിനെതിരെ നിൽക്കുന്നത്. ഒരു വിവരവുമില്ലാത്ത ആളുകൾക്ക് എന്തും പറയാം, പുരപ്പുറത്ത് കയറി നിന്ന് കൂവാം. എന്താണ് കാര്യമെന്നറിയാതെ അഭിപ്രായം പറയലാണ് വലിയ കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ആളാകാം. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകം മാത്രമല്ല മരണാനന്തര ജീവിതവും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് ഇവ എന്നതുകൊണ്ട് തന്നെ ബഹുദൈവാരാധനയുടെ ലാഞ്ചനയുള്ള ഒരേർപ്പാടുമായും അതേത് സാഹചര്യത്തിലാണെങ്കിലും മുസ്ലിമിന് രാജിയാകാൻ കഴിയില്ല. അത് തന്നെയാണ് മുസ്ലിമിന്റെ നിലപാട്, അത് തന്നെയായിരിക്കണം മുസ്ലിമിന്റെ നിലപാട്.